കർത്താവിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. JCNDST എന്ന ഗ്രൂപ്പിലൂടെ ഞങ്ങളെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ മാന്യ സ്നേഹിതരെയും കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ പ്രതികരണങ്ങൾ ഞങ്ങൾക്ക് വളരെ പ്രോത്സാഹനവും കൂടുതൽ ദൈവവചനത്തിന്റെ ആഴങ്ങളിലേക്ക് പഠിക്കാനുള്ള ഒരു വലിയ പ്രേരണയുമാകുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങളുടെ പ്രതികരണങ്ങൾ ഉണ്ടാകണം എന്ന് ഞങ്ങൾ പ്രാരംഭത്തിൽ സൂചിപ്പിക്കുകയാണ്. ഇന്ന് സംസാരിക്കുവാനായിട്ട് താല്പര്യപ്പെടുന്ന ഒരു വിഷയം കുഞ്ഞാട് ഇരുന്ന സ്ഥലം അല്ലെങ്കിൽ കുഞ്ഞാടിരിക്കുന്ന സ്ഥലം. ഞാൻ അതിന് ആധാരമായിട്ട് ഒരു തിരുവചനം വായിക്കാനായിട്ട് താല്പര്യപ്പെടുകയാണ്. യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായത്തിന്റെ 62-ാം വാക്യം. യോഹന്നാൻ 6:62. മനുഷ്യപുത്രൻ മുമ്പേ ഇരുന്നിടത്തേക്ക് കയറിപ്പോകുന്നത് നിങ്ങൾ കണ്ടാലോ. യോഹന്നാൻ 7:34 വായിക്കുമ്പോൾ നിങ്ങൾ എന്നെ അന്വേഷിക്കും, കണ്ടെത്തുകയില്ല താനും. ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങൾക്കും വരുവാൻ കഴിയുകയില്ല എന്ന് പറഞ്ഞു. ശ്രദ്ധിക്കണേ, ഞാൻ ഇരിക്കുന്ന ഇടത്തേക്ക്, മനുഷ്യപുത്രൻ മുൻപേ ഇരുന്ന ഇടത്തേക്ക് കയറിപ്പോകുന്നത് നിങ്ങൾ കണ്ടാലോ. യേശു പിന്നെ പറയുകയാണ്, നിങ്ങൾ എന്നെ അന്വേഷിക്കും, കണ്ടെത്തുകയില്ല. ഞാൻ ഇരിക്കുന്ന ഇടത്തേക്ക് നിങ്ങൾക്ക് വരുവാൻ കഴിയുകയില്ല എന്ന് പറഞ്ഞു. എവിടെയാണ് ഈ മനുഷ്യപുത്രൻ അല്ലെങ്കിൽ കുഞ്ഞാട് അല്ലെങ്കിൽ ദൈവ കുഞ്ഞാട് ഇരിക്കുന്നത്? എവിടെയാണ്? ഇന്ന് പലരും ദൈവ കുഞ്ഞാട് ഇരിക്കുന്ന സ്ഥലത്തു നിന്ന് തന്നെ പിടിച്ചു പറിച്ച് പിതാവിന്റെ വലത്തുഭാഗത്ത് ഇരുത്താൻ വേണ്ടി, അങ്ങനെ ദൈവത്തിന്റെ ത്രിവിധ സ്വഭാവങ്ങളെ അല്ലെങ്കിൽ ദൈവത്തിന്റെ പ്രകൃതിയെ മൂന്നാക്കി മുറിച്ചിട്ട് അത് 3 സ്ഥലത്ത് ഇരുത്താനായിട്ട് ഒരു വൃഥാ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ച ഇന്ന് കത്തോലിക്ക തുടങ്ങി പെന്തക്കോസ് പ്രസ്ഥാനങ്ങൾ വരെ നടത്തിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് വളരെ വ്യക്തമായിട്ട് കാണാൻ കഴിയുന്നു. പ്രഥമ ദൃഷ്ടിയ അവർ പറയുന്നത് ശരി എന്ന് തോന്നത്തക്ക വിധത്തിൽ അവരിങ്ങനെ ലൈവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ലൈവ് ചെയ്യുന്നുണ്ട്, വാദിക്കുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ഏക ദൈവത്തെ 3ആയിട്ട് മുറിക്കുക. അവർ വളരെ പരിശ്രമിക്കുന്നുണ്ട്. അവരിങ്ങനെ എല്ലാവരും കൂടെ കൂടി മുറിച്ച് 3ആക്കി 3 വ്യക്തികളാണ് ദൈവം എന്ന് വരുത്തി തീർക്കുന്ന ഒരു പ്രവണത വാസ്തവത്തിൽ ശക്തമായി തേടി 325 മുതലാണ്. കുസ്തന്തീനോസ് എന്ന് പറയുന്ന കോൺസ്റ്റന്റൈൻ ചക്രവർത്തിയുടെ നിക്കിയ സുന്നഹദോസ് മുതലാണ് അത് വളരെ ശക്തമായത്. അപ്പോൾ ഇതിനെക്കുറിച്ച് ദൈവവചനത്തിന്റെ വെളിച്ചത്തിൽ വേണം പഠിക്കാൻ. അപ്പോൾ ഈ മനുഷ്യപുത്രൻ അഥവാ ദൈവ കുഞ്ഞാട് എന്നൊക്കെ പറയുന്ന 2 വ്യക്തികളെ കുറിച്ചല്ല എന്ന് ഇവിടുത്തെ ക്രൈസ്തവ സമൂഹം എല്ലാവരും നിങ്ങൾ സമ്മതിക്കുന്നു. ഒരിക്കലും അത് 2 വ്യക്തികളെ കുറിച്ചല്ല. കുഞ്ഞാട് എന്ന് പറഞ്ഞാൽ ഞാൻ പലപ്പോഴും പറയാറുള്ളത് ഒന്നുകൂടെ ആവർത്തിക്കുകയാണ്. നമ്മൾ ചിന്തിക്കുന്ന 4 കാലും 1 വാലും ഉള്ളൊരു കുഞ്ഞാടിനെ കുറിച്ചല്ല അവിടെ പറയുന്നത്. എന്നാൽ പഴയ നിയമകാലത്ത് അങ്ങനെയുള്ള കുഞ്ഞാടുകളാണ് പാപത്തിന് പരിഹാരം വരുത്തുവാൻ വേണ്ടി ദൈവത്തിന്റെ നിയോഗപ്രകാരം, ദൈവത്തിന്റെ കൽപ്പന പ്രകാരം പുരോഹിതന്മാർ ഉപയോഗിച്ചത്. അപ്പൊ കുഞ്ഞാടെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഒരു യാഗവസ്തു എന്നാണ് അതിന്റെ അർത്ഥം. അപ്പൊ ദൈവത്തിന്റെ കുഞ്ഞാട് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ദൈവം രക്ഷയ്ക്ക് വേണ്ടി ഒരുക്കിയ ഒരു പദ്ധതി, ദൈവം രക്ഷയ്ക്ക് വേണ്ടി തയ്യാറാക്കിയ ഒരു പദ്ധതി എന്ന് മാത്രമേ ഉള്ളൂ അതിന്റെ അർത്ഥം. അതിനൊരിക്കലും 2 വ്യക്തികളായിട്ട് ദൈവവും ഈ കുഞ്ഞാടും 2 വ്യക്തികളാണെന്ന് തെറ്റിദ്ധരിപ്പിക്കുന്ന വിധത്തിൽ ബൈബിളിൽ നല്ല കേട്ടോ മറ്റു പല സഭാപിതാക്കന്മാരെന്ന് വ്യാജേന പറയുന്ന ഒത്തിരി പിതാക്കന്മാരെ ഇന്ന് ക്രൈസ്തവ സമൂഹം കണ്ടുപിടിച്ചിട്ടുണ്ട്. അത് യഥാർത്ഥ ദൈവസഭയുടെ അംഗങ്ങളായിരിക്കില്ല. ബൈബിളിനെ കുറിച്ച് നേരിയ അറിവ് അവർക്കുണ്ടാകാം. അത് വെച്ചുകൊണ്ട് 2ഉം 3ഉമായിട്ട് വെട്ടിമുറിക്കാൻ ദൈവത്തിന്റെ ആസ്തിത്വത്തെ ചോദ്യം ചെയ്യുന്ന ഒത്തിരി പേര് രംഗത്ത് വന്നു. അവര് സഭാപിതാക്കന്മാരെന്ന് പറയുന്നു. അവര് പറയുകയും
അവരാൽ രചിക്കപ്പെട്ട പുസ്തകങ്ങളിലും ഇങ്ങനെ പറയുന്നു, ഇന്നയാൾ ഇങ്ങനെ പറയുന്നു, ഇവർക്കൊക്കെ ഇതേ പറയാനുള്ളൂ. ആ പുസ്തകങ്ങളിൽ ഇങ്ങനെ പറയുന്നു, ആ പണ്ഡിതൻ ഇങ്ങനെ പറയുന്നു, ഈ പണ്ഡിതൻ ഇങ്ങനെ പറയുന്നു. വിശുദ്ധ ബൈബിൾ പഠിപ്പിക്കുന്ന അതിന്റെ യഥാർത്ഥമായിട്ടുള്ള അർത്ഥം ഗ്രഹിക്കുവാനോ പഠിക്കുവാനോ താല്പര്യമില്ലാതെ ഇവര് മറ്റു ഗ്രന്ഥങ്ങളിൽ അവര് തപ്പിത്തടയുന്ന ഒരു പ്രവണതയാണ് നമുക്ക് ക്രൈസ്തവ സമൂഹത്തിൽ പൊതുവെ കാണാറുള്ളത്. ഏതായിരുന്നാലും ഇവിടെ നമ്മൾ കർത്താവായ യേശു പറയുകയാണ്, ഞാൻ മനുഷ്യപുത്രൻ ഇരിക്കുന്ന ഇടത്തേക്ക് കയറിപ്പോകുന്നതായി നിങ്ങൾ കണ്ടാലോ. അതുപോലെ തന്നെ നമ്മൾ രണ്ടാമത് വായിച്ച വാക്യം ഇതാണ്, നിങ്ങൾ എന്നെ അന്വേഷിക്കും, കണ്ടെത്തുകയില്ല, താനും ഞാൻ ഇരിക്കുന്നിടത്തേക്ക് നിങ്ങൾക്ക് വരുവാൻ കഴിയുകയില്ല എന്ന് പറഞ്ഞു. ഇവിടെ യേശു ക്രിസ്തു ഞാൻ ഇരിക്കുന്ന ഇടത്ത് നിങ്ങളെ ഇരുത്താം എന്ന് പറഞ്ഞല്ലോ. അതും ഇവിടെ പറയുന്ന വാക്കുകളും രണ്ട് വിഷയങ്ങളാണ്. ഞാൻ ഇരിക്കുന്ന ഇടത്ത് നിങ്ങളെ ഇരുത്താമെന്ന് പറയുന്നതും ഞാൻ ഇരിക്കുന്ന ഇടത്ത് നിങ്ങൾക്ക് ഇരിക്കാൻ കഴിയില്ല എന്ന് പറയുന്നതും ഇത് രണ്ട് വിഷയങ്ങളെ ആസ്പദമാക്കി പഠിക്കുകയും ചിന്തിക്കുകയും ചെയ്യേണ്ടതാണ്. അപ്പൊ നമ്മളിന്ന് ചിന്തിക്കാൻ പോകുന്നത് ഈ കുഞ്ഞാട് അല്ലെങ്കിൽ മനുഷ്യപുത്രൻ. മനുഷ്യപുത്രൻ എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ വചനം മനുഷ്യപുത്രൻ എന്നുള്ള പ്രയോഗമുണ്ട്, ദൈവപുത്രൻ എന്നുള്ള പ്രയോഗമുണ്ട്. ദൈവപുത്രൻ എന്തിനു വന്നു എന്ന് ചോദിച്ചാൽ യോഹന്നാന്റെ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നത്, പിശാചിന്റെ പ്രവർത്തികളെ അഴിപ്പാൻ ദൈവപുത്രൻ പ്രത്യക്ഷനായി. മനുഷ്യപുത്രനോ കാണാതെ പോയതിനെ തിരഞ്ഞു രക്ഷിപ്പാൻ മനുഷ്യപുത്രനും പ്രത്യക്ഷനായി. മനുഷ്യപുത്രൻ എന്തിനാ വന്നത്? ശുശ്രൂഷ ചെയ്യിപ്പാനല്ല, ചെയ്യുവാനാണ്. അപ്പൊ മനുഷ്യപുത്രൻ എന്നുള്ള നിലയിൽ ഒരു ശുശ്രൂഷ ഇവിടെ നിറവേറ്റേണ്ടതായിട്ടുണ്ട്. ആ ശുശ്രൂഷ എന്ന് പറഞ്ഞാൽ രക്ഷണീയ പദ്ധതി തന്നെയാണ്. ആ ശുശ്രൂഷ ഉള്ളത് കുഞ്ഞാടിന്റെ ശുശ്രൂഷയാണ്. അപ്പൊ ഈ കുഞ്ഞാടെന്ന് പറഞ്ഞാലും മനുഷ്യപുത്രൻ എന്ന് പറഞ്ഞാലും ഒക്കെ ഒരേ അർത്ഥം തന്നെയാണ്. ഇത് നമ്മൾ ഒന്നാമത് മനസ്സിലാക്കാം. അതുകൊണ്ടത് ദൈവത്തിങ്കിൽ നിന്ന് മറ്റൊരു വ്യക്തിയാണ് എന്ന് പഠിപ്പിക്കുന്നത് വളരെ തികച്ചും തെറ്റാണ്. നമുക്കറിയാം, കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞിട്ടുള്ള പല വാക്യങ്ങൾ നമ്മൾ എടുക്കുമ്പോൾ, യോഹന്നാൻ 14:2 വായിക്കുമ്പോൾ, എന്റെ പിതാവിന്റെ ഭവനത്തിൽ അനേക വാസസ്ഥലങ്ങളുണ്ട്, ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു. ഞാൻ നിങ്ങൾക്ക് സ്ഥലം ഒരുക്കുവാൻ പോകുന്നു. ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലം ഒരുക്കിയാൽ ഞാൻ ഇരിക്കുന്ന ഇടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ എന്റെ അടുക്കൽ ചേർത്തുകൊള്ളും. ഇവിടെ എന്റെ അടുക്കൽ ചേർത്തുകൊള്ളും എന്ന് ഇവിടെ പറയുന്ന ഈ വാക്ക് നമുക്ക് വേണ്ടി ഒരുക്കുന്ന ആ സ്ഥലത്തെയാണ് ഉദ്ദേശിക്കുന്നത്. ആ സ്ഥലത്തിരിക്കുക. അപ്പൊ നമ്മൾ യേശുവിനോടൊപ്പം ആയിരിക്കും. ഞാൻ ഇരിക്കുന്ന ഇടത്ത് യേശുവിനോട് കൂടെ, യേശുവിനെ ഇരിക്കുന്ന ഇടത്ത് യേശുവിനോടൊപ്പം ഇരിക്കുക എന്നുള്ളതാണ്. എന്നാൽ ഇവിടെ യോഹന്നാൻ 7:34 പറയുന്നത്, നിങ്ങൾ എന്നെ അന്വേഷിക്കും, കണ്ടെത്തുകയില്ല, താനും ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങൾക്ക് വരുവാൻ കഴിയുകയില്ല. അത് നമ്മൾ രണ്ട് അർത്ഥവും രണ്ട് കാര്യങ്ങളെയാണത് സൂചിപ്പിക്കുന്നതെന്ന് ഞാൻ സൂചിപ്പിച്ചുവല്ലോ. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് നമുക്ക് ഈ കുഞ്ഞാടിനെ, ഈ മനുഷ്യപുത്രൻ ഇരിക്കുന്ന എവിടെയാണ് എന്ന് നമുക്ക് പഴയ നിയമത്തിലൂടെ ഒന്ന് ചിന്തിക്കാം. അതിനുശേഷം പുതിയ നിയമത്തിലേക്കും നമുക്ക് കടന്നു വന്ന് ഒന്ന് ചിന്തിക്കാം. ഞാൻ യെഹെസ്കേൽ പ്രവചനം 1-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ, അത് ധാരാളം കാര്യങ്ങൾ നമുക്ക് അതിനെക്കുറിച്ച് പഠിക്കാനും ചിന്തിക്കാനും ഉണ്ട്. അതുകൊണ്ട് ഞാൻ ചില വാക്യങ്ങൾ മാത്രം ഇടയ്ക്കിടയ്ക്ക് എടുത്ത് ഞാൻ വായിക്കുവാൻ താല്പര്യപ്പെടുകയാണ്. യെഹെസ്കേൽ 1:1 നമുക്കറിയാം, 30-ാം ആണ്ടിൽ 4-ാം മാസം 5-ാം തീയതി ഞാൻ കേബാർ നദീതീരത്ത് പ്രവാസികളുടെ ഇടയിൽ ഇരിക്കുമ്പോൾ. യെഹെസ്കേൽ ഇരിക്കുകയാണ് അവിടെ. നമുക്ക് വചനം അങ്ങനെ തന്നെയാണ് നമ്മുടെ തിരുവചനത്തിൽ കാണുവാൻ കഴിയുന്നത്. ദൈവത്തിന് സ്തോത്രം. മുപ്പതാം ആണ്ട് 4-ാം മാസം 5-ാം തീയതി ഞാൻ കേബാർ നദീതീരത്ത് പ്രവാസികളുടെ ഇടയിൽ ഇരിക്കുമ്പോൾ സ്വർഗം തുറന്നു, ഞാൻ ദിവ്യ ദർശനങ്ങളെ കണ്ടു. അപ്പൊ ദർശനത്തിലൂടെ സ്വർഗം കാണുന്ന ഒരു കാഴ്ച, ഇത് വളരെ നമ്മൾ ചിന്തിക്കേണ്ട വിഷയമാണ്. സ്വർഗത്തെക്കുറിച്ച് കണ്ടിട്ട് അവിടെ ഉള്ള കാഴ്ച യെഹെസ്കേൽ പ്രവചനം കണ്ടതുപോലെ തന്നെ നമുക്കറിയാം യോഹന്നാനും കണ്ടിരുന്നു. യോഹന്നാൻ കാണുന്ന അവസരത്തിൽ സ്വർഗം തുറന്നിരിക്കുന്നതും അതുപോലെ തന്നെ സ്വർഗത്തിൽ ഒരു സിംഹാസനം വെച്ചിരിക്കുന്നതും സിംഹാസനത്തിൽ ഒരുവൻ ഇരിക്കുന്നത് ഞാൻ കണ്ടു എന്ന് സ്വർഗീയ ദർശനം കണ്ട
യോഹന്നാനും പറയുന്നു. ഇവിടെയും ആ സ്വർഗീയ ദർശനത്തെക്കുറിച്ച് യെഹെസ്കേൽ പ്രവാചകൻ വളരെ വ്യക്തമായി സൂചിപ്പിക്കുക. കർത്താവിന് സ്തോത്രം. അവിടെ കാണുന്നത് പാളിക്കത്തുന്ന തീയും അവിടെ ഇങ്ങനെ പറയുന്നു, ഞാൻ നോക്കിയപ്പോൾ വടക്ക് നിന്ന് ഒരു കൊടുങ്കാറ്റും വലിയൊരു മേഘവും പാളിക്കത്തുന്ന തീയും വരുന്നത് കണ്ടു. അതിന്റെ ചുറ്റും ഒരു പ്രകാശവും അതിന്റെ നടുവിൽ നിന്ന്, തീയുടെ നടുവിൽ നിന്ന് തന്നെ ശുക്ല സ്വർണം പോലെ ഒരു കാഴ്ചയും ഉണ്ടായിരുന്നു. PSUവിൽ നമ്മൾ വായിക്കുമ്പോൾ ഇങ്ങനെയാണ് കാണുന്നത്, അതിന്റെ ചുറ്റിലും പ്രകാശം പരത്തി ജ്വലിക്കുന്ന തീയും തീയുടെ നടുവിൽ മിന്നിത്തിളങ്ങുന്ന വെള്ളോട് പോലെ എന്തോ ഒന്ന്. അതിന്റെ 5-ാം വാക്യം നമ്മൾ വായിക്കുമ്പോൾ അതിന്റെ നടുവിൽ 4 ജീവികളുടെ സാദൃശ്യം കണ്ടു. ശ്രദ്ധിക്കണേ, ഇത് പെട്ടെന്ന് വായിച്ചു വിടേണ്ടതല്ല, പെട്ടെന്ന് പറഞ്ഞ് വ്യാഖ്യാനിച്ച് നമുക്കൊന്നും പറയാനും പറ്റില്ല. നമ്മൾ ആദ്യം അതുകൊണ്ടാണ് ഞാൻ മുഖവരിയായി ചില വാക്യങ്ങൾ വായിക്കുന്നത്. ഓരോന്നിനും 4 മുഖവും 4 ചിറകും ഉണ്ടായിരുന്നു. അവയുടെ രൂപമോ അവയ്ക്ക് മനുഷ്യമുഖം ഉണ്ടായിരുന്നു. 4നും വലത്തുഭാഗത്ത് സിംഹമുഖവും ഇടത്തുഭാഗത്ത് കാളമുഖവും ഉണ്ടായിരുന്നു. 4നും കഴുകുമുഖവും ഉണ്ടായിരുന്നു. 13-ാം വാക്യം വായിക്കുമ്പോൾ ജീവികളുടെ നടുവിൽ, നമ്മൾ വായിച്ചല്ലോ ജീവികളുടെ നടുവിൽ കത്തിക്കൊണ്ടിരിക്കുന്ന തീക്കനൽ പോലെയും പന്തങ്ങൾ പോലെയും ഒരു കാഴ്ചയുണ്ടായിരുന്നു. അത് ജീവികളുടെ ഇടയിൽ സഞ്ചരിച്ചു കൊണ്ടിരുന്നു. ആ തീ തേജസ്സുള്ളതായിരുന്നു. തീയിൽ നിന്ന് മിന്നൽ പുറപ്പെട്ടു കൊണ്ടിരുന്നു. 12-ാം വാക്യം വായിക്കുമ്പോൾ ജീവികളുടെ തലയ്ക്ക് മീതെ ഭയങ്കരമായൊരു പളുങ്ക് പോലുള്ളൊരു വിധാനത്തിന്റെ രൂപവും ഉണ്ടായിരുന്നു. വിധാനത്തിന്റെ കീഴെ അവിടെ ചിറകുകൾക്ക് നേരെ വിടർന്നിരുന്നു. ചിറകുകൾ നേർക്ക് നേരെ വിടർന്നിരുന്നു. അവ പോകുമ്പോൾ ചിറകുകളുടെ ഇരച്ചിൽ വലിയ വെള്ളത്തിന്റെ ഇരച്ചിൽ പോലെയും സർവശക്തന്റെ നാദം പോലെയും ഒരു സൈന്യത്തിന്റെ ആരവം പോലെയുമുള്ള മുഴക്കമായിരുന്നു ഞാൻ കേട്ടത്. ഇതിനൊക്കെ അനുയോജ്യമായിട്ടുള്ള ഒത്തിരി വാക്യങ്ങളുണ്ട് കേട്ടോ. പെരുവെള്ളത്തിന്റെ ഇരച്ചിൽ പോലെ ഉള്ള ശബ്ദം. യഹോവയായ ദൈവം ആത്മാവാണല്ലോ. ആത്മാവായ ദൈവം വസിക്കുന്ന അതിനെക്കുറിച്ച് സ്വർഗത്തിൽ നിന്ന് സ്വർഗീയ ദർശനം കണ്ട യെഹെസ്കേൽ ഇവിടെ പ്രവചിച്ച് പറയുകയാണ്. 24-ാം വാക്യം, പോകുമ്പോൾ ചിറകുകളുടെ ഇരച്ചിൽ വലിയ വെള്ളത്തിന്റെ ഇരച്ചിൽ പോലെയും സർവശക്തന്റെ നാദം പോലെയും ഒരു സൈന്യത്തിന്റെ ആരവം പോലെയും ഉള്ള മുഴക്കമായി ഞാൻ കേട്ടു. അവയുടെ തലയ്ക്ക് മീതെയുള്ള 26-ാം വാക്യം, അതാണ് ശ്രദ്ധിക്കേണ്ടത്. അവയുടെ തലയ്ക്ക് മീതെയുള്ള വിധാനത്തിന് മീതെ നീലക്കല്ലിന്റെ കാഴ്ച പോലെ സിംഹാസനത്തിന്റെ രൂപവും, സിംഹാസനത്തിന്റെ രൂപവും, സിംഹാസനത്തിന്റെ രൂപത്തിന്മേൽ അതിനു മീതെ മനുഷ്യ സാദൃശ്യത്തിൽ ഒരു രൂപം ഉണ്ടായിരുന്നു. അവന്റെ അര മുതൽ മേലോട്ട് അതിനകത്ത് ചുറ്റും തീക്കൊത്ത ശുക്ല സ്വർണം പോലെ ഞാൻ കണ്ടു. അര മുതൽ കീഴോട്ട് തീ പോലെ ഞാൻ കണ്ടു. ഈ മനുഷ്യന്റെ സാദൃശ്യത്തിലുള്ള ഈ രൂപത്തിന്റെ പകുതി ഭാഗം തീക്കൊത്ത ശുക്ല സ്വർണം പോലെയും അരയ്ക്ക് കീഴോട്ട് തീ പോലെയും ഞാൻ കണ്ടു. അതിന്റെ ചുറ്റും പ്രകാശം ഉണ്ടായിരുന്നു. ഒരു വലിയ പ്രകാശം അവിടെ കാണുകയാണ്. 28-ാം വാക്യം വായിക്കുമ്പോൾ അതിന്റെ ചുറ്റുമുള്ള പ്രകാശം മഴയുള്ള ദിവസത്തിൽ മേഘത്തിൽ കാണുന്ന വില്ലിന്റെ കാഴ്ച പോലെയായിരുന്നു. യഹോവയുടെ മഹത്വത്തിന്റെ പ്രത്യക്ഷത ഇങ്ങനെയായിരുന്നു. ശ്രദ്ധിക്കണം, യഹോവയുടെ മഹത്വത്തിന്റെ പ്രത്യക്ഷത എന്താ? അവിടെ ഒരു സിംഹാസനത്തിന്റെ രൂപം കാണുന്നു. ആ രൂപത്തിന്റെ നടുവിൽ മനുഷ്യപുത്രനോട് സദൃശ്യമായ അല്ലെങ്കിൽ മനുഷ്യരോട് സദൃശ്യമായ ഒരു രൂപം അവിടെ കാണുകയാണ്. ഹല്ലേലൂയ. ഈ മനുഷ്യപുത്രൻ ആരാ? അടുത്തുകൂടാത്ത വെളിച്ചത്തിന്റെ നടുവിൽ വസിക്കുന്ന, അടുത്തുകൂടാത്ത വെളിച്ചത്തിന്റെ നടുവിലുള്ള സിംഹാസനത്തിന്റെ നടുവിലിരിക്കുന്ന ഈ മനുഷ്യപുത്രൻ ആരാ? ഒരു വിധത്തിൽ പറഞ്ഞാൽ ഇത് തന്നെ യഹോവ. മറ്റൊരു വിധത്തിൽ നമ്മൾ പ്രതിനിധത്തിലേക്ക് വരുമ്പോൾ യേശുവിനെ ഇവിടെ കാണുവാൻ കഴിയുന്നു. ഹല്ലേലൂയ. എന്ന് പറഞ്ഞാൽ യേശു ക്രിസ്തു എന്നുള്ള ഈ മനുഷ്യരൂപത്തെ, ആ മനുഷ്യരൂപം കൂടാതെ യഹോവയ്ക്ക് വേറൊരു രൂപമില്ല.
മനസ്സിലാകുന്നുണ്ടായിരിക്കാം. ഇത് മനസ്സിലാക്കി എടുക്കുവാൻ യെഹെസ്കേൽ പ്രവചനം എല്ലാം കൂടെ കൂട്ടി നമ്മൾ വായിച്ചാൽ അത് സാധിക്കും. അപ്പം യഹോവയ്ക്ക് ആത്മാവായ ദൈവത്തിന് ഒരു രൂപ, ഒരൊറ്റ രൂപയേ ഉള്ളൂ. 3 രൂപങ്ങളില്ല, 3 ആളത്വങ്ങളില്ല. അതൊക്കെ പിൽക്കാലത്ത് സാത്താനാൽ കൊണ്ടുവരപ്പെട്ട ദുരുപദേശങ്ങളാണ്. ആത്മാവായ ഏകദൈവത്തിന് ഒരു രൂപമുണ്ട്, അത് മനുഷ്യ സാദൃശ്യത്തിലുള്ള രൂപമാണ്. അതുകൊണ്ടാണല്ലോ ഉൽപ്പത്തി പുസ്തകം നമ്മൾ വായിക്കുമ്പോൾ ദൈവം തന്റെ സ്വരൂപത്തിൽ മനുഷ്യനെ സൃഷ്ടിച്ചത്. ദൈവത്തിന് അനവധി സ്വരൂപങ്ങളൊന്നുമില്ല സ്നേഹിതരെ. ദൈവത്തിന് ഒരു രൂപം ഉണ്ട്. അത് പഴയ നിയമകാലത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്ന യെഹെസ്കേൽ പ്രവചനത്തിൽ നമ്മൾ വായിക്കുമ്പോൾ, ഞാനിപ്പോൾ വായിച്ച 26-ാം വാക്യം, സിംഹാസനത്തിന്റെ നടുവിൽ ഒരു മനുഷ്യരൂപം കണ്ടു. അതൊന്ന് അതിവെണ്മയായിട്ടുള്ള രൂപമാണ്, മറ്റൊന്ന് കടുചുവപ്പുള്ള ഒരു രൂപത്തെയാണ് യെഹെസ്കേൽ പ്രവാചകനും അത് കാണുന്നത്. ഇത് തന്നെയാണ് നമുക്ക് വെളിപ്പാട് പുസ്തകം 5-ാം അധ്യായത്തിന്റെ 6-ാം വാക്യം വായിക്കുമ്പോൾ കാണാം. ഞാൻ സിംഹാസനത്തിന്റെയും 4 ജീവികളുടെയും നടുവിൽ മൂപ്പന്മാരുടെ മധ്യത്തിലും ഒരു കുഞ്ഞാട് അറുക്കപ്പെട്ട പോലെ നിൽക്കുന്നത് കണ്ടു. എവിടെയാണ് ഈ കുഞ്ഞാട്? എവിടെ ഇരിക്കുന്നത്? കുഞ്ഞാട് ദൈവത്തിന്റെ വലതുഭാഗം എന്ന് പറയുമ്പോൾ നമ്മൾ ചിന്തിക്കുന്ന വലതുഭാഗമല്ല. ദൈവം ആത്മാവാ. ആത്മാവിന്റെ വലതുഭാഗം അല്ലെങ്കിൽ ഏതാണെന്ന് നിങ്ങൾ കാണിച്ചു തരണം. അല്ലെങ്കിൽ ഇങ്ങനെയുള്ള സംഭവത്തിലൂടെ ഏകദൈവത്തെ 3ആയിട്ട് വെട്ടിമുറിക്കാൻ ആഗ്രഹിക്കുന്ന സ്നേഹിതര് അത് കാണിച്ചു തരണം. അപ്പോ ഞാൻ സിംഹാസനത്തിന്റെയും 4 ജീവികളുടെയും നടുവിലും മൂപ്പന്മാരുടെ മധ്യത്തിലും ഒരു കുഞ്ഞാട് അറുക്കപ്പെട്ടതുപോലെ നിൽക്കുന്നത് കണ്ടു. അവിടെ നിൽക്കുകയാണ്. യെഹെസ്കേൽ പ്രവചനത്തിൽ ഇരിക്കുകയാണ്. നമുക്കവിടെ കാണുവാൻ കഴിയുന്നത് അങ്ങനെയാണ്. ഹല്ലേലൂയ. ജീവികളുടെ ഇടയിൽ അതിന്റെ 26, അവയുടെ തലയ്ക്ക് മീതെയുള്ള വിധാനത്തിന് മീതെ നീലക്കല്ലിന്റെ കാഴ്ച പോലെ സിംഹാസനത്തിന്റെ രൂപവും, സിംഹാസനത്തിന്റെ രൂപത്തിന്മേൽ അതിന് മീതെ മനുഷ്യ സാദൃശ്യത്തിൽ ഒരു രൂപം ഉണ്ടായിരുന്നു. അവിടെ ഒരു രൂപം ഉണ്ടായിരുന്നു എന്ന് മാത്രമേ പറയുന്നു. ഇവിടെ മനുഷ്യപുത്രൻ നിൽക്കുന്നതായിട്ടാണ് കാണുന്നത്. എവിടെയാണ്? ഞാൻ സിംഹാസനത്തിന്റെയും 4 ജീവികളെയും നടുവിൽ. അപ്പൊ സിംഹാസനം സ്വർഗത്തിൽ ഒരു സിംഹാസനമേ ഉള്ളൂ എന്ന് വെളിപ്പാട് പുസ്തകം വ്യക്തമാക്കി പഠിപ്പിക്കുന്നു. ആ സിംഹാസനത്തിന്റെ നടുവിലുള്ളത് മനുഷ്യപുത്രനാണ്. ഹല്ലേലൂയ. അല്ലെങ്കിൽ കുഞ്ഞാടാണ്. കുഞ്ഞാട് എവിടെയായിരിക്കുന്നത്? നിൽക്കുന്നത് സിംഹാസനത്തിന്റെ നടുവിലാ. പിന്നെ പിതാവ് എവിടെയായിരിക്കും? ഏതെങ്കിലും ഒരു സൈഡിലായിരിക്കും അല്ലേ? ദൈവമക്കളെ, ബൈബിൾ പഠിപ്പിക്കുന്ന വിധത്തിൽ ദൈവത്തെ മനസ്സിലാക്കിയാൽ നമ്മൾ തെറ്റിലേക്കും ബാബിലോണിൽ നിന്ന് കളഞ്ഞു കിട്ടിയ തൃത്വമാകുന്ന ദുരുപദേശം ബൈബിളും വെച്ച് കൂട്ടി പഠിപ്പിക്കേണ്ട ഗതികേടിലേക്ക് അധപ്പതിക്കേണ്ടതായിട്ട് വരില്ല. അത് പഠിപ്പിക്കുവാൻ വേണ്ടി വൃഥാശ്രമം നടത്തുന്നതാണ് ദൈവത്തെ 2-3 വാക്കേണ്ട ഗതികേടിലേക്ക് തരം താഴ്ന്നു പോകും. ബൈബിൾ വെച്ച് പഠിച്ചാൽ അങ്ങനെ പോകേണ്ട ഒരു ഗതികേട് നമുക്കുണ്ടാകേണ്ട കാര്യമില്ല. ദൈവത്തിന് സ്തോത്രം. ഞാൻ സിംഹാസനത്തിന്റെയും 4 ജീവികളുടെയും നടുവിലും മൂപ്പന്മാരുടെ മധ്യത്തിലും ഒരു കുഞ്ഞാട് അറുക്കപ്പെട്ടതുപോലെ നിൽക്കുന്നത് കണ്ടു. വെളിപ്പാട് 7:17 വായിച്ചാൽ അവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് സിംഹാസനത്തിന്റെ മധ്യയുള്ള കുഞ്ഞാട് അവരെ മേയിച്ചു. അപ്പൊ കുഞ്ഞാട് എവിടെ ഇരിക്കുന്നത്? സിംഹാസനത്തിന്റെ മധ്യയാണ്. അപ്പൊ പിതാവായ ദൈവത്തിന്റെ വലതുവശം എന്ന് ബൈബിളിൽ പറയുന്നുണ്ട്. ദൈവത്തിന്റെ വലതുവശം എന്ന് പറയുന്നുണ്ട്. വലതുവശം എന്ന് പറഞ്ഞാൽ നമ്മൾ ചിന്തിക്കുന്ന പോലെ നമ്മുടെ ഈ റൈറ്റ് സൈഡ് പോലെയുള്ള ഒരു വലതുവശത്തെ കുറിച്ചല്ല പറയുന്നത്. നിങ്ങൾ ദൈവത്തിന്റെ വലതുവശം എന്നുള്ള വാക്കുകളെല്ലാം നിങ്ങൾ ഇംഗ്ലീഷിൽ ഒന്ന് നോക്കിയാൽ, അല്ലെങ്കിൽ അതിന്റെ മൂല വാക്കിന്റെ അർത്ഥം നോക്കിയാൽ, എനിക്ക് മൂലവാക്ക് കൂടുതൽ അറിയത്തില്ലെങ്കിലും അറിയാവുന്ന വ്യക്തികളിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കുവാൻ കഴിഞ്ഞിട്ടുള്ള ഒരു സംഗതി, ഇംഗ്ലീഷിൽ ചില വാക്കുകൾ വായിച്ചാൽ അതിന്റെ അർത്ഥം ഗ്രഹിക്കാം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇംഗ്ലീഷിൽ വലിയ പാണ്ഡിത്യമൊന്നും എനിക്കില്ലെങ്കിലും കാര്യങ്ങൾ മനസ്സിലാക്കി തരാൻ പരിശുദ്ധാത്മാവ് ഉള്ളത് കൊണ്ട്, പരിശുദ്ധാത്മാവിന്റെ സഹായം ഉള്ളത് കൊണ്ട് ഞാൻ അതിൽ പൂർണ്ണമായിട്ട് ആശ്രയിക്കുന്ന വ്യക്തിയാണ്. അപ്പോ
ഈ വലതുവശം എന്ന് പറയാം റൈറ്റ് ഹാൻഡ് ഓഫ് ഗോഡ് എന്ന, റൈറ്റ് സൈഡ് എന്നല്ല അവിടെ കാണുന്നത്, റൈറ്റ് ഹാൻഡ് ഓഫ് ഗോഡ്. അപ്പൊ സിംഹാസനത്തിന്റെ മധ്യയാണ് കുഞ്ഞാടിരിക്കുന്നത്. ആ സിംഹാസനത്തിൽ മധ്യേ ഇരിക്കുന്ന കുഞ്ഞാടിനെ അവിടുന്ന് മാറ്റി സ്ഥിരം പിതാവിന്റെ വലതുവശത്താക്കാൻ വേണ്ടിയുള്ള വൃഥാ പരിശ്രമത്തിലാണ് ഇവിടുത്തെ ബൈബിളും തൃത്വോപദേശവും അതുപോലത്തെ സഭാപിതാക്കന്മാരെന്ന് വെറുതെ പറഞ്ഞുകൊണ്ട് നടക്കുന്ന ചിലര് എഴുതിയ ചില പുസ്തകങ്ങളിൽ നിന്ന് എടുത്തതും പഠിച്ചിട്ട് വചനത്തോട് വെല്ലുവിളിക്കാനായിട്ട് പലരും ഇറങ്ങിത്തിരിച്ചിരിക്കുന്നത്. യേശു ക്രിസ്തു യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായത്തിന്റെ 3-ാം വാക്യം വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അവിടെ എന്താ പറയുന്നത്? ഏകസത്യദൈവമായ നിന്നെയും നീ അയച്ച യേശുവിനെ അറിയുന്നതാണ് നിത്യജീവൻ. അപ്പൊ നിത്യജീവൻ കിട്ടണമെങ്കിൽ ഏകസത്യ ദൈവത്തെയും ദൈവം അയച്ച യേശുവിനെ അറിയണം. അല്ലെങ്കിൽ ഏകസത്യ ദൈവമായ നിന്നെയും നീ അയച്ച യേശു ക്രിസ്തുവിനെ അറിയുന്നതാണ് നിത്യജീവൻ. രണ്ട് വ്യക്തികളാണെന്നുള്ള അറിവാണ് നിത്യജീവനെ തരുന്നതെന്ന് തെറ്റായി സാത്താൻ ജനങ്ങളുടെ ഹൃദയത്തിൽ, അവന്റെ തലച്ചോറിൽ ഇത് കൊടുത്തിരിക്കുക. സത്യത്തിൽ ആ വാക്ക് കേൾക്കുമ്പോഴേ നമുക്കറിയാം ഇത് രണ്ട് വ്യക്തികളെ ആണെന്നറിയണം എന്നല്ല. സാധാരണ വായിക്കുന്ന ലോകജാതിക്കും അറിയാം പിതാവും പുത്രൻ എന്ന് പറഞ്ഞാൽ രണ്ട് വ്യക്തിയാണെന്ന് അറിയാം. അതിന് പ്രത്യേക ജ്ഞാനമോ പ്രത്യേക കഴിവോ ഒന്നും നമുക്ക് എടുക്കേണ്ട കാര്യമില്ല. ഏകസത്യദൈവമായ നിന്നെയും നീ അയച്ച യേശുവിനെയും അറിയുന്ന അറിവ്, ആ അറിവെന്ന് പറയുമ്പോൾ തന്നെ ചിന്തിക്കാം, ഇത് രണ്ട് വ്യക്തിയാണെന്ന് അറിഞ്ഞെങ്കിലേ നിങ്ങൾക്ക് നിത്യജീവൻ കിട്ടൂ എന്നുള്ള അർത്ഥത്തിലല്ല അവിടെ കൊടുത്തിരിക്കുന്നത്. അത് ലോകജാതികളും ഒരു നിരീശ്വരവാദി വായിച്ചാലും ഏകസത്യ ദൈവവും ദൈവപുത്രനും എന്ന് പറഞ്ഞ രണ്ട് വ്യക്തികളാണെന്ന് സ്വാഭാവികമായിട്ടുള്ള മാനുഷിക ചിന്തയിൽ അത് ചിന്തിക്കാനുള്ളതേ ഉള്ളൂ. അതിന് പ്രത്യേക ജ്ഞാനമൊന്നും വേണ്ട. അതൊരു വലിയ മർമ്മമൊന്നുമല്ല. ദൈവവും അല്ലെങ്കിൽ ദൈവവും ദൈവപുത്രൻ എന്ന് പറഞ്ഞാൽ രണ്ട് വ്യക്തികളാണെന്നുള്ള പ്രത്യേക മർമ്മമൊന്നും വേണ്ട. അപ്പോൾ ഇവിടെ യേശു ക്രിസ്തു പറഞ്ഞതിന് ഒരു പ്രത്യേകമായിട്ടുള്ള അർത്ഥമുണ്ട്, അതിനൊരു മർമ്മമുണ്ട്. ക്രിസ്തു എന്നത് ദൈവ മർമ്മമാണ്. ആ മർമ്മം ഗ്രഹിക്കാൻ വേണ്ടിയുള്ള ഇതിനെ എടുത്ത് അതുപോലെ തന്നെ അക്ഷരം മാത്രം പറഞ്ഞ് വിശ്വസിപ്പിക്കുകയാണ് സാത്താന്റെ വലിയ പദ്ധതി. നമുക്ക് ലേഖനത്തിൽ കാണാം, അക്ഷരം കൊല്ലുന്നു, ആത്മാവാണ് ജീവിപ്പിക്കുന്നത്. അപ്പോൾ ഏകസത്യ ദൈവമായ നീയും ആ ദൈവം അയച്ച യേശു ക്രിസ്തുവും എന്നുള്ള അക്ഷരം വിശ്വസിക്കാനല്ല, അതിനൊരു ആത്മീയ അർത്ഥമുണ്ട്, അതിനൊരു വലിയ മർമ്മമുണ്ട്. ഈ മർമ്മം വിശ്വസിച്ച് നീ അംഗീകരിച്ചു കഴിയുമ്പോഴാണ് നിത്യജീവനിലേക്ക് നിനക്ക് പ്രവേശനത്തിന് വേണ്ടിയുള്ള പദ്ധതി ദൈവം ഒരുക്കുന്നത്. അതേ യോഹന്നാൻ തന്നെ ഏകസത്യദൈവമായ നിന്നെയും നീ അയച്ച യേശുവിനെ അറിയുന്നതാണ് നിത്യജീവൻ എന്ന് പറഞ്ഞ അതേ യോഹന്നാൻ തന്നെ പറയുന്ന വാക്ക് നിങ്ങൾ വായിച്ചിട്ട് ഉണ്ടാകാം, പക്ഷെ അത് ഗ്രഹിച്ചു കാണുകയല്ല. ആ മർമ്മം ഗ്രഹിക്കാനായിട്ടുള്ള ആ ജ്ഞാനത്തിലേക്ക് നിങ്ങളുടെ മനസ്സിനെ നിങ്ങള് ദൈവസന്നിധിയിൽ പരിശുദ്ധാത്മാവിന് വിധേയപ്പെടുത്തി കൊടുത്തിട്ടില്ല. അതുകൊണ്ട് നിങ്ങളുടെ ഹൃദയത്തിൽ പിശാച് ഇടം കൊടുത്ത് അവനാണ് നിങ്ങളുടെ തലച്ചോറിൽ പ്രവർത്തിക്കുന്നതുകൊണ്ട് ഈ ഏകസത്യ ദൈവമായ നിന്നെയും നീ അയച്ച യേശുവും അറിയുന്ന അറിവ് നമ്മളെ നിത്യജീവനിലേക്ക് കൊണ്ടുവരും. അറിവാണ് നമ്മളെ നിത്യജീവനിലേക്ക് കൊണ്ടുവരുന്നത്. ഇത് രണ്ട് വ്യക്തിയാണെന്നുള്ളതിന് പ്രത്യേക അറിവൊന്നും വേണ്ട. അതേത് നിരീശ്വരവാദിക്കും അറിയാം, അതേത് ലോകജാതിക്കും അറിയാം, അത് ഏത് കൊലപാതകനും അറിയാം, അത് ഏത് വ്യഭിചാരിക്കും അറിയാം. ഇവിടെ പാപം ചെയ്യുന്ന അല്ലെങ്കിൽ അനേകരെ ചതിക്കുകയും വഞ്ചിക്കുകയും ചെയ്യുന്ന ഏതൊരു വ്യക്തിക്കും അറിയാം ഏകസത്യ ദൈവവും യേശു ക്രിസ്തു രണ്ട് വ്യക്തികളാണ് എന്ന് പ്രത്യേകിച്ച് അവരോട് പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല. പിന്നെ യേശു ക്രിസ്തു എന്താണ് ഇങ്ങനെ ഒരു വിഡ്ഢിത്ത ചോദ്യം പോലെ യേശു ചോദിക്കുവോ? ഇല്ല. ഇത് അറിയുക എന്ന് പറഞ്ഞാൽ ഏകസത്യ ദൈവവും യേശു ക്രിസ്തു ആരാണെന്നുള്ള ഒരറിവ് ബൈബിളിന്റെ വെളിച്ചത്തിൽ നിങ്ങൾക്ക് ലഭിച്ചാൽ അവിടെയാണ് നിത്യജീവന്റെ പാത നിങ്ങൾക്ക് വേണ്ടി സ്വർഗം തുറക്കുന്നത്. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. യോഹന്നാന്റെ ലേഖനം 1 യോഹന്നാൻ 5-ാം അധ്യായത്തിന്റെ 20-ാം വാക്യം ഞാൻ വായിക്കാം, ഒന്ന് ശ്രദ്ധിക്കണം. ഏകസത്യ ദൈവമായ നിന്നെയും നീ അയച്ച യേശുവിനെ അറിയുന്നതാണ് നിത്യജീവൻ എന്ന് പറഞ്ഞ അതേ യോഹന്നാൻ തന്നെ അതിന്റെ വ്യാഖ്യാനം ഇവിടെ വെളിപ്പെടുത്തിയിരിക്കുക.
ഒന്നാമത് നമ്മൾ മനസ്സിലാക്കണം, യെശയ്യാ പ്രവചനം 34 അധ്യായം 16 വാക്യം വായിക്കുമ്പോൾ, നിങ്ങൾ യഹോവയുടെ പുസ്തകത്തിൽ വായിച്ച് അന്വേഷിച്ചു നോക്കുവിൻ, അവയിലൊന്നും കാണാതെ ഇരിക്കുകയില്ല, അവയിലൊന്നും ഇണയില്ലാതെ ഇരിക്കുകയില്ല എന്ന് പറയുന്ന പരിശുദ്ധാത്മാവാണ് അവയെ കൂട്ടിവരുത്തിയത് എന്ന് പറയുന്ന അതേ പരിശുദ്ധാത്മാവ് ഹല്ലേലൂയ ദൈവത്തിന്റെ വചനത്തിൽ ആശ്രയിച്ച്, പരിശുദ്ധാത്മാവിൽ വിശ്വസിച്ച് അവന്റെ വ്യാഖ്യാനത്തിൽ, പരിശുദ്ധാത്മാവിന്റെ വ്യാഖ്യാനം, പരിശുദ്ധാത്മാവ് നമുക്ക് നൽകുന്ന വ്യാഖ്യാനത്തിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തിക്ക് ഇതുപോലെ ദൈവവചനത്തിൽ തന്നെ അതിന്റെ അർത്ഥം ഗ്രഹിക്കുവാനുള്ള ആ വഴി ദൈവം കാണിച്ചു കൊടുക്കും. നിങ്ങൾ അന്വേഷിപ്പിൻ, കണ്ടെത്തും. ഞാനിവിടെ വായിക്കട്ടെ. ദൈവപുത്രൻ വന്നുവെന്നും സത്യദൈവത്തെ അറിവാൻ നമുക്ക് വിവേകം തന്നു എന്നും നാം അറിയുന്നു. സത്യദൈവം എന്ന് പറഞ്ഞാൽ ഏകസത്യദൈവം കേട്ടോ. ഇവിടെ ഏകൻ എന്നിവിടെ എഴുതിയിട്ടില്ലെങ്കിലും ദൈവം ഏകനാ. സത്യദൈവം എന്ന് പറഞ്ഞാൽ ഏകസത്യ ദൈവം തന്നെ അതിന്റെ അർത്ഥം. ത്രിയേക ദൈവം അല്ല. അത് സാത്താന്റെ ഫോഷ്ക. സാത്താൻ നിങ്ങളുടെ തലയിലേക്ക് കൊണ്ടുവച്ചിരിക്കുന്ന ഒരു ദുരന്തമാണ്. ദൈവം ത്രിയേകനാണെന്നും ദൈവം തൃത്വമാണെന്നും ദൈവം മൂന്നാണെന്നും ഇതൊക്കെ സാത്താൻ നിങ്ങളുടെ തലയിൽ അടിച്ചു കയറ്റി വെച്ചിരിക്കുന്ന ഒരു ദുരുപദേശമാണ്. ബൈബിളിൽ അങ്ങനെ ഒരു തെളിവുകളില്ല. അത് നിങ്ങൾ ഉണ്ടെന്ന് വ്യാഖ്യാനിക്കാൻ വേണ്ടി പിന്നെ നിങ്ങളുടെ മനസ്സിലേക്ക്, ഹൃദയത്തിലേക്ക് സാത്താൻ കൊണ്ടുവന്ന് വെച്ചിരിക്കുന്ന ഈ ദുരന്തത്തെ ഒന്ന് സ്ഥാപിക്കാൻ വേണ്ടി നിങ്ങൾ കാണിക്കുന്ന വെറും പ്രഹസനങ്ങളും പ്രകടനങ്ങളും മാത്രം ആണ് ഈ തൃത്വോപദേശവും ത്രിയേക ഉപദേശത്തിന്റെ ഉപദേശങ്ങളും മുഴുവൻ. അതിലേക്ക് ഒരു ദൈവവേദന പോകേണ്ട ഗതികേടില്ല. ദൈവവേദന ഈ യേശുക്രിസ്തുവും ഏക സത്യ ദൈവവും ആ യേശുക്രിസ്തു ആരാണെന്നുള്ള അറിവ് വ്യക്തമാക്കി പഠിപ്പിക്കുന്ന, അതിന് പുതിയ നിയമത്തിലും പഴയ നിയമത്തിലും നമ്മൾ വായിക്കുമ്പോൾ അതൊന്നുകൂടെ വ്യക്തത നൽകുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇത് രണ്ടും കൂടെ കൂട്ടി വായിച്ചതിന്റെ ഉദ്ദേശം. ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ. ഇവിടെ നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്: ദൈവപുത്രൻ വന്നുവെന്നും സത്യദൈവത്തെ അറിവാൻ നമുക്ക് വിവേകം തന്നുവെന്നും നാം അറിയുന്നു. നാം സത്യദൈവത്തിൽ എന്ന് പറഞ്ഞ ഏക സത്യ ദൈവത്തിൽ എന്നാ അതിന്റെ അർത്ഥം കേട്ടോ. അതിന് വേറെ ദുർവ്യാഖ്യാനത്തിനൊന്നും പോകണ്ട. നാം സത്യദൈവത്തിൽ അവന്റെ പുത്രനായ യേശു ക്രിസ്തുവിൽ തന്നെയാകുന്നു. എന്റെ തൃത്വ സ്നേഹിതരെ, നിങ്ങളിത് വായിച്ചിട്ടുണ്ടോ? നാം സത്യദൈവത്തിൽ അല്ലെങ്കിൽ ഏക സത്യദൈവത്തിൽ അവന്റെ പുത്രനായ യേശുവിൽ തന്നെയാകുന്നു. സാമാന്യമായി ബോധത്തോടെ ചിന്തിച്ചാൽ നമുക്ക് അതിന്റെ അർത്ഥം പിടികിട്ടും. നാം സത്യദൈവത്തിൽ അവന്റെ പുത്രനായ യേശുവിൽ തന്നെയാകുന്നു. അപ്പൊ യേശുവിൽ ഒരുവനായാൽ ആരായി? ഏക സത്യദൈവത്തിലായി. അതുകൊണ്ടല്ലേ യേശു യോഹന്നാന്റെ സുവിശേഷം 14 അധ്യായത്തിൽ നമ്മൾ വായിക്കുമ്പോൾ കാണുന്നത്, എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുന്നു. വേറെ പിതാവിനെ എങ്ങനെ കാണിച്ചു തരും? യേശുവിലൂടെ അല്ലാതെ ഒരു വ്യക്തിക്കും പിതാവിനെ കാണുവാൻ കഴിയില്ല. കാരണം യേശു മാത്രമാണ് ഏക ദൈവത്തിന്റെ രൂപം. ആമേൻ. അതുകൊണ്ട് കൊലോസ്യ ലേഖനം 1:15 വായിക്കുമ്പോൾ, അവൻ അദൃശ്യനായ ദൈവത്തിന്റെ രൂപമാണ്. യേശു ക്രിസ്തു മാത്രമാ അദൃശ്യനായ ദൈവത്തിന്റെ ദൃശ്യരൂപം. ദൈവത്തിന് ഒരു രൂപം മാത്രമേ ഉള്ളൂ. ദൈവത്തെ കാണണമെങ്കിൽ യേശുവിനെ നോക്കണം. യേശുവിലൂടെ അല്ലാതെ ദൈവത്തെ നമുക്ക് കാണുവാൻ കഴിയില്ല എന്ന് വിശുദ്ധ ബൈബിൾ വളരെ വ്യക്തമാക്കി നമ്മളെ പഠിപ്പിക്കുകയാണ്. ഹല്ലേലൂയ. നിങ്ങൾ വിശ്വസിച്ചാലും വിശ്വസിച്ചില്ലെങ്കിലും ഇതാണ് തിരുവചനത്തിലെ സത്യം. മറ്റു ബാബിലോണിയ ഫോഷ്കാണ്. ബാബിലോണിൽ നിന്ന് കത്തോലിക്ക സഭയിലേക്ക് കടന്നു വന്ന് കത്തോലിക്ക സഭയിൽ നിന്ന് ഈ കോൺസ്റ്റന്റൈൻ ചക്രവർത്തി നിമിത്തമായിട്ട് ലഭിച്ച ഇതെല്ലാം കൂടെ വീതിച്ചെടുത്തിട്ട് ഇതും പോക്കറ്റിലിട്ടുകൊണ്ട് നടക്കുന്ന ബെന്തക്കോസുകാരനായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് അർത്ഥമില്ല. നിങ്ങൾ നിത്യജീവൻ പ്രാപിക്കണം, നിത്യജീവൻ അവകാശിയായി തീരണം. അത് ഏകസത്യത ദൈവമായ നിന്നെയും നീ അയച്ച യേശുവിനെയും, ആ ദൈവം അയച്ച യേശുവും ഏകസത്യ ദൈവവും ആരാണെന്ന് നിങ്ങൾ യഥാർത്ഥമായി ബൈബിളിന്റെ വെളിച്ചത്തിൽ പഠിച്ചു വരുമ്പോൾ നിത്യജീവന്റെ വഴി നിങ്ങൾക്ക് വേണ്ടി ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു എന്ന് പറയുന്ന യേശുവിന്റെ ആ വലിയ ആ നിത്യജീവനിലേക്കുള്ള പ്രവേശനത്തിലുള്ള വഴി നമുക്ക് വേണ്ടി തുറക്കുകയാണ്. ഇനി ഒന്നുകൂടെ ശ്രദ്ധിക്കാം. ദൈവപുത്രൻ വന്നുവെന്നും, ആരാ വന്നത്? ദൈവപുത്രനാ വന്നത്. സത്യദൈവത്തെ അറിവാനുള്ള വിവേകം
തന്നുവെന്നും നാം അറിയുന്നു. നാം സത്യദൈവത്തിൽ അവന്റെ പുത്രനായ യേശു ക്രിസ്തുവിൽ തന്നെയാകുന്നു. അവൻ സത്യദൈവവും നിത്യജീവനുമാകുന്നു. ആരാ? യേശു ക്രിസ്തു ഏക സത്യദൈവവും നിത്യജീവനുമാകുന്നു എന്ന് വിശുദ്ധ ബൈബിൾ പറയുമ്പോൾ, എന്റെ പൊന്നു പെന്തക്കോസുകാരാ, നീ ദൈവത്തോട് മത്സരിക്കരുത്. ദൈവത്തിനെതിരെ നീ കൊഞ്ഞനം കാണിക്കരുത്. ദൈവത്തോട് നീ മത്സരിച്ച് പരാജയപ്പെടാൻ ഇടയായിത്തീരും. ഹല്ലേലൂയ. ഞാൻ എഹെസ്കേൽ പ്രവചനത്തിൽ കാണിച്ചു, ദൈവം എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടുമ്പോൾ, മഹത്വം, തേജസ്സുള്ള ആത്മാവായ ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടുമ്പോൾ അതിന്റെ നടുവിലായി ഒരു മനുഷ്യരൂപമുണ്ടായിരുന്നു. ഈ മനുഷ്യരൂപമാണ് ഇവിടേക്ക്, ഭൂമിയിലേക്ക് കടന്നു വന്നു. എങ്ങനെ? വചനം ജഡമായി തീർന്നു. ഏത് വചനം? ഈ ആത്മാവായ ദൈവത്തിന്റെ ഉള്ളിൽ വസിച്ച ഈ മനുഷ്യരൂപം എന്ന് പറയുന്നുണ്ടല്ലോ, ആ രൂപമാണ് വചനമായത്. ആ രൂപമാണ് വചനം. ഏത് വചനം? ദൈവത്തിന്റെ വചനം. ഏത് ദൈവത്തിന്റെ വചനം? ഉണ്ടാകട്ടെ എന്ന് കൽപ്പിച്ചത് ഈ രൂപമാണ് പറഞ്ഞത്. അടുത്തുകൂടാത്ത വെളിച്ചത്തിന്റെ നടുവിൽ ഒരു മനുഷ്യരൂപമായി, ശബ്ദമായി, ലോഗോസായി നിന്നത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവാണ്. ഏക ദൈവത്തിന് ഈ ലോഗോസ് കൂടാതെ, ഈ ശബ്ദം കൂടാതെ ഏക ദൈവത്തിന് ഒന്നും ചെയ്യാൻ പറ്റുകയില്ല. ഈ ശബ്ദം കൂടെ കൂടുമ്പോഴാണ് ദൈവം അതിന്റെ യഥാർത്ഥമായിട്ടുള്ള ദൈവമാകുന്നത്. ഈ ശബ്ദം, ഈ വചനം ജഡമായി തീർന്നു. ഈ ജഡത്തിൽ എന്ന് പറഞ്ഞാൽ ദൈവം, ആത്മാവായ ദൈവം തനിക്ക് വേണ്ടി, താൻ ഈ ഭൂമിയിലേക്ക് വരുവാൻ വേണ്ടി ഒരു ശരീരം ഒരുക്കി. ആ ശരീരത്തിലാണ് താൻ കഷ്ടം അനുഭവിച്ചത് എന്ന് ബൈബിൾ വ്യക്തമായി നമ്മെ പഠിപ്പിക്കുന്നു. അവൻ ശരീരത്തിൽ, ജഡത്തിൽ കഷ്ടം അനുഭവിച്ചു എന്നാണ്. മരിച്ചത് ദൈവമല്ല, താൻ തനിക്കായി ഒരുക്കിയ ശരീരം നമുക്ക് വേണ്ടി ഏൽപ്പിച്ചു തന്നു. ജഡത്തിൽ കഷ്ടം അനുഭവിച്ചു. ഈ ജഡം പഴയ നിയമത്തിൽ ആത്മാവായ ദൈവത്തിന്റെ അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിച്ച ദൈവത്തിന്റെ നടുവിൽ ശബ്ദമായി ഉണ്ടാകട്ടെ എന്ന് കൽപ്പിച്ചപ്പോൾ സകലതും ഉളവായി. അങ്ങനെ ഉണ്ടാകട്ടെ എന്ന് കൽപ്പിച്ച അതേ ശബ്ദം, അതേ വചനം നമുക്കറിയാം ഇവിടെ ജഡമായി തീർന്നു. ദൈവം ജഡമായി തീർന്നില്ല, ദൈവം ജഡത്തിൽ വെളിപ്പെട്ടു. തീമോഥെയോസ് 3:16. ഹല്ലേലൂയ. എൻ്റെ മാന്യ സ്നേഹിതരായിരിക്കുന്ന തൃത്വ സ്നേഹിതരെ, ആരെങ്കിലുമൊക്കെ എഴുതി എന്തെങ്കിലും പുസ്തകങ്ങളൊക്കെ വായിച്ചിട്ട് തൃത്വം തെളിയിക്കാൻ ഉള്ള നിന്റെ നടപ്പ് നീ പരാജയപ്പെടുകയുള്ളൂ. ഒടുവിൽ നീ ദുഃഖിക്കേണ്ടതായിട്ട് വരും. ഏകസത്യ ദൈവവും അയച്ച യേശുവും രണ്ട് വ്യക്തികളാണെന്ന് അറിയാൻ പ്രത്യേക ജ്ഞാനവും പരിശുദ്ധാത്മാവിന്റെ സഹായവും ഒന്നും ആവശ്യമില്ല. ലോകജാതികൾക്കും അതറിയാം. അപ്പൊ അത് വലിയ മർമ്മമൊന്നുമല്ല, അത് ആർക്കും അറിയാം. അതല്ല യേശു ഉദ്ദേശിച്ചത്. ഏകസത്യ ദൈവമായ നിന്നെയും നീ അയച്ച യേശുവിനെ അറിയുന്നുവെങ്കിൽ ആ അറിവ് നിനക്ക് നിത്യജീവൻ നൽകും. അതുകൊണ്ടാണല്ലോ യേശുവിനെ കർത്താവെന്ന് വായിക്കൊണ്ട് ഏറ്റു പറഞ്ഞാൽ നീ രക്ഷിക്കപ്പെടുമെന്ന്. മനസ്സിലാവുന്നുണ്ടോ? വചനങ്ങൾ യോജിച്ചു പോകുന്ന ആ വിധങ്ങൾ മനസ്സിലാകുന്നുണ്ടോ? യേശുവിനെ കർത്താവെന്ന് പറയുക എന്ന് പറഞ്ഞാൽ എന്തുവാ? ഏക കർത്താവേ ഉള്ളൂ, യഹോവയാ. ദാവീദ് പോലും പറയുന്നു, ഞാൻ യഹോവയോട് പറഞ്ഞു നീ എന്റെ കർത്താവാകും. അപ്പോൾ യേശു ക്രിസ്തുവിനെ കർത്താവ് എന്ന്, യേശു ക്രിസ്തു മാത്രമാണ് ഏകസത്യ ദൈവം, യഹോവ, യേശു ക്രിസ്തു മാത്രമാണ് ലോർഡ് എന്ന് നീ വിശ്വസിച്ചാൽ നീ രക്ഷിക്കപ്പെടും. അല്ലെങ്കിൽ നീ രണ്ട് ആയിട്ട് തൃത്വം വിശ്വസിച്ചാൽ, ബാബിലോണിൽ നിന്ന് കടന്നു വന്ന ആ ദുരുപദേശവും ഒരു കൊലപാതകനായിരിക്കുന്നു. ഞാനിത് കൊലപാതകൻ വീണ്ടും വീണ്ടും എടുത്തു പറയാൻ കാരണം, കാനവച്ചൻ അത് പ്രത്യേകിച്ച് ഒരു ചതിയനായിരുന്നു. കുസ്തന്തീനോസ് ഒരു ചതിയനാണ്. അവൻ വന്നതാണ് ഈ ക്രൈസ്തവ ലോകത്തിന് ഇത്രയും നാശം വിതച്ചതെന്നൊക്കെ അദ്ദേഹം പ്രസംഗിച്ചിട്ട് അദ്ദേഹം പോയി. എന്നിട്ടും അദ്ദേഹം തൃത്വം വിശ്വസിക്കുന്ന ആളായിരുന്നു. അത് അംഗീകരിച്ചില്ല, പ്രസംഗിച്ചിട്ട് അദ്ദേഹം പോയി. ഞങ്ങളുടെ ഗ്രൂപ്പിൽ നിങ്ങൾ നോക്കിയാൽ അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങൾ ഞങ്ങൾ ഈ JC&DSC ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ട്. 2000-ലധികം 3000 അടുത്ത് പ്രസംഗങ്ങൾ ഉള്ളതുകൊണ്ട് തേടി പിടിക്കണം. ഏതായാലും നിങ്ങൾ ഈ ഗ്രൂപ്പ് ഒന്ന് നിങ്ങളത് സബ്സ്ക്രൈബ് ചെയ്യുകയും അതിനകത്തുനിന്ന് ഈ സത്യങ്ങളൊന്ന് മനസ്സിലാക്കുകയും ചെയ്യണം. ഇത് അന്ത്യകാലമാണ്.
ഞങ്ങൾ ഫോഷ്കിന്റെ ആത്മാവിലല്ല പറയുന്നു, വചനത്തിന്റെ വെളിച്ചത്തിൽ വചനം കൊണ്ട് തന്നെ തെളിയിക്കുക. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ യേശു ക്രിസ്തു ഇരുന്ന സ്ഥലം എവിടെയാ? ആത്മാവായ ദൈവത്തിന്റെ നടുവിൽ. എങ്ങനെ ഇരുന്നു? വചനമായി, ശബ്ദമായി. ഈ വചനമാണ് സകലത്തെ സൃഷ്ടിച്ചത്. നമ്മൾ എബ്രായ ലേഖനം 11:3 വാക്യം വായിക്കുമ്പോൾ എന്താ നമ്മൾ അവിടെ വായിക്കുന്നത്? സകലവും അവൻ മുഖാന്തരം ഉളവായി. നമുക്കറിയാം, സകലവും വചന നിമിത്തം ഉളവായി. ഈ കാണുന്ന ലോകത്തിന് ദൃശ്യമായത് അല്ല, ദൃശ്യമായത് ഞാനത് വായിക്കാം, ശ്രദ്ധിക്കണം. ഈ കാണുന്ന ലോകത്തിന് ദൃശ്യമായതല്ല കാരണം എന്ന് വരുമാറ് ലോകം ദൈവത്തിന്റെ മഴയുടെയും മറ്റു അസ്വസ്ഥതകളുകൊണ്ട് ഒരു ചെറിയ ജലദോഷത്തിന്റെ വിഷയമുണ്ട്, ക്ഷമിക്കണം. ഈ കാണുന്ന ലോകത്തിന് ദൃശ്യമല്ലതല്ല കാരണം എന്ന് വരുമാറ് ലോകം ദൈവത്തിന്റെ വചനത്താൽ നിർമ്മിക്കപ്പെട്ടു എന്ന് നാം വിശ്വാസത്താൽ അറിയുന്നു. എത്ര വ്യക്തമായിട്ടാണ്. യോഹന്നാന്റെ സുവിശേഷം നമ്മൾ വായിക്കുമ്പോൾ ആദിയിൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെയായിരുന്നു, ആ വചനം ദൈവമായിരുന്നു. ആ വചനവും ദൈവമായിരുന്നല്ല, ആ വചനം ആ ദൈവമായിരുന്നു. ആ വചനം ആ സകലത്തെ ഉളവാക്കിയത്. അതാണ് ഇവിടെ വായിക്കുന്നത്. എന്താ? ഈ കാണുന്ന ലോകത്ത്, നമ്മുടെ കണ്ണിന്റെ മുമ്പിൽ കാണുന്ന ഈ കാണുന്ന ലോകമില്ലേ, ഈ ലോകത്തിന് ദൃശ്യമായതല്ല കാരണം. ഈ കാണുന്ന ലോകം ഇങ്ങനെ ഉണ്ടാകാൻ കാരണം ദൃശ്യമായ ഒന്നിൽ നിന്നല്ല ഉണ്ടായെന്ന് അതിന്റെ അർത്ഥം. പ്രൈസ് ദി ലോർഡ്. ഈ കാണുന്ന ലോകത്തിന് ദൃശ്യമായതല്ല കാരണം എന്ന് വരുമാറ് ലോകം ദൈവത്തിന്റെ വചനത്താൽ നിർമ്മിക്കപ്പെട്ടു എന്ന് നാം വിശ്വാസത്താൽ അറിയുന്നു. ആമേൻ, ഹല്ലേലൂയ. അപ്പോൾ ഈ കാണുന്ന ലോകത്തിന് ദൃശ്യമായതല്ല കാരണം. പിന്നെയോ കാരണം എന്താ? ദൃശ്യമാകാത്ത ഒന്നിൽ നിന്ന് ശബ്ദം നിമിത്തമായിട്ട്, ലോഗോസ് നിമിത്തമായിട്ട് ഉണ്ടായി. അപ്പൊ ഈ യേശുക്രിസ്തു പറഞ്ഞു, ഞാൻ ഇരുന്ന് ഇടത്തേക്ക് പോകുന്നു പറഞ്ഞ എവിടെയാ? താനിവിടെ മനുഷ്യനായി, വേഷത്തിൽ മനുഷ്യൻ എന്നാ പറയുന്നത് കേട്ടോ, മനുഷ്യ സാദൃശ്യത്തിലായി, വേഷത്തിൽ മനുഷ്യനായെന്ന്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് ദൈവം തന്റെ സ്വരൂപത്തിൽ മനുഷ്യനെ സൃഷ്ടിച്ചു. ദൈവം മനുഷ്യനെ സൃഷ്ടിക്കുമ്പോൾ താൻ വരാൻ പോകുന്ന, അല്ലെങ്കിൽ താൻ ഈ ലോകത്തിലേക്ക് വരാൻ പോകുന്ന രൂപം ഏതോ ആ രൂപത്തിലാണ് സൃഷ്ടിച്ചത്. അതാണ് റോമർ 5:14 നിങ്ങൾ വായിച്ചാൽ വ്യക്തമായിട്ട് കാണാം. വരുവാനുള്ളവന്റെ സ്വരൂപമായ ആദാം. ആദാം എങ്ങനെയായിരുന്നു? വരാനുള്ളവന്റെ. ആര് വരാൻ പോകുന്നു? ദൈവം തന്നെ ഈ ലോകത്തിലേക്ക് മനുഷ്യനെ രക്ഷിക്കുവാൻ ഒരു കുഞ്ഞാടായിട്ട്, അല്ലെങ്കിൽ ഒരു രക്ഷണീയ പദ്ധതിയുമായി കടന്നു വരുവാൻ പോകുന്നത് ജഡത്തിലാണ്. ആ ജഡത്തിലാണ് തന്റെ രക്ഷണീയ പദ്ധതി നിറവേറ്റിയത്. ഹല്ലേലൂയ. അവൻ ജഡത്തിൽ കഷ്ടം അനുഭവിച്ചു. വീണ്ടും ഇതിനെക്കുറിച്ച് നമുക്ക് വരും ദിവസങ്ങളിൽ ഒരു ചർച്ചയായിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും വിധത്തിൽ പ്രസംഗമായിട്ടോ ഇതിനെക്കുറിച്ച് ചിന്തിക്കുന്നതായിരിക്കും. അതുകൊണ്ട് ദൈവമായ കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഏകസത്യ ദൈവമായ നിന്നെയും നീ അയച്ച യേശുവിനെ അറിയുന്നത് നിത്യജീവൻ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഏകസത്യ ദൈവവും ദൈവം അയച്ച യേശുവും ആരാണെന്നുള്ള അറിവ് നമ്മളെ നിത്യജീവനിലേക്ക് കൊണ്ടുവരും. അതിനായി ഞങ്ങളെ കേൾക്കുന്ന ഈ ചാനലിലൂടെ ഞങ്ങളെ കേൾക്കുന്ന എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ. ദൈവം എല്ലാവർക്കും സമാധാനം നൽകട്ടെ. ആമേൻ.